പെയ്തിറങ്ങും സത്യം മലരായി ഇതൾ വിടർത്തും. സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യം. കുടിയേറ്റത്തിൻ്റെ മണ്ണിൽ നെറ്റിയിൽ നിന്നും വീഴുന്ന വിയർപ്പ് തുള്ളികളെ അപ്പമാക്കി മാറ്റുന്ന കരുത്തുറ്റ ശരീരത്തിൻ്റെ ഉടമയായ ഒരു ചെറുപ്പക്കാരൻ ചിട്ടയായ ആഹാരക്രമം കൊണ്ടും വർഷങ്ങളുടെ കഠിനമായ പ്രയത്നം കൊണ്ടും ആർജിച്ചെടുത്ത ആരോഗ്യ ദൃഢഗാത്രതയെ ക്യാൻസർ എന്ന മഹാരോഗം കാർന്നു തിന്നുന്ന വേദനയിലും ആ പ്രതിസന്ധികളുടെ ആഴത്തിൽ കരുത്തോളം മുങ്ങി നിന്നപ്പോൾ പതറിപ്പോകാതെ പ്രതീക്ഷയോടെ പുഞ്ചിരിയോടെ അതിനെ സധൈര്യം നേരിട്ട യുവാവ്, അതാണ് സന്ദീപ്. സന്ദീപ് എന്ന യുവാവിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു. ഏത് മനുഷ്യനും ക്യാൻസർ എന്ന മഹാമാരിയുടെ മുമ്പിൽ പതറി നിൽക്കുമ്പോൾ ആ ദുരിതപാതയിൽ വിശ്വാസം വഴി നടത്തിയ ആ യുവാവിനെ നമുക്കൊന്ന് നേരിൽ കാണാം, കേൾക്കാം. നമ്മുടെ സത്യസത്യമായ പ്രോഗ്രാമൊക്കെ എങ്ങനെ പോകുന്നു? സത്യസത്യമായി ദൈവകൃപയാൽ നമ്മുടെ പ്രസംഗങ്ങളൊക്കെ ധാരാളം പേര് കേൾക്കുന്നുണ്ട്, ചിലരൊക്കെ രക്ഷിക്കപ്പെടുന്നുണ്ട്. ഇപ്പം നമ്മൾ വന്ന് പുതിയ സാക്ഷ്യം പലരുടെയും നമ്മൾ എടുക്കുന്നുണ്ട്. സാക്ഷ്യങ്ങളൊക്കെ നന്നായിട്ട് മനുഷ്യരെ സ്വാധീനിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ പച്ചയായിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളല്ലേ, അത് ഒത്തിരി ആളുകളെ സ്പർശിക്കുന്നുണ്ട്. തീർച്ചയായും ഞാനും 1-2 സാക്ഷ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൽ വന്നത് അത് എനിക്കും വളരെ എന്താ പറയുക ഉത്സാഹത്തിന് കാരണമായി തീർന്നിട്ടുണ്ട്. ഞങ്ങളുടെ അവിടെ ഉള്ളൊരു ചേട്ടായുണ്ട്, സന്ദീപേട്ട എന്ന പേര്. ആ ചേട്ടായി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ക്യാൻസർ വന്നിട്ട് ചെറിയ പ്രായത്തിൽ തന്നെ ക്യാൻസർ വന്നിട്ട് മാറിയതാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് 24-ാം വയസ്സിൽ എന്തോ ക്യാൻസർ വരികയുണ്ടായി. ആ പ്രായം എന്നൊക്കെ പറഞ്ഞാൽ തീരെ ചെറിയ പ്രായമാണല്ലോ. അപ്പൊ പക്ഷേ ആ വിശ്വാസത്താൽ അദ്ദേഹം ആ ക്യാൻസറിനെ അതിജീവിച്ചു. നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കാണാൻ പോകാം. ശരിയാണ്, നമുക്ക് അവന്റെ ഒരു ഇന്റർവ്യൂ പോലെ തീർച്ചയായും പലർക്കും അത് ഉപകാരമായി. ഓക്കെ, നമുക്കൊന്ന് കാണാം. അവനീ പറമ്പിൽ എവിടെയോ ഉണ്ട്. പോത്തിന്റെ അടുത്തോ പശുവിന്റെ അടുത്തോ എവിടെയും കാണാം. ഹായ് സന്ദീപേട്ടേ. ജോനു, എന്തായിരുന്നു? ഓ എന്നാടാ അങ്ങനെ പോകുന്നു? സുഖമായിട്ടിരിക്കുന്നു. പണിയിലായിരിക്കില്ലേ പറമ്പിൽ ഇങ്ങനെ ഓരോരോ പശുവിന്റെ പോത്തിന്റെ ഒക്കെ എടുത്തു വന്നാ. കൊറേ പശുവും പോത്തൊക്കെ ഉണ്ടല്ലോ. കൊറേ ഇല്ലടാ, 2 പോത്ത് പിന്നെ ഒരു കിടാവ് ഉണ്ടല്ലോ, അത് ഈയിടെ ഒരാഴ്ച ആയുള്ളൂ കണ്ടിട്ട്. ഇത് ചാർലി അങ്കിള് ആണോ? ഞങ്ങള് ചേട്ടാനെ പറ്റി കയ്യിലൊക്കെ ചെളിയാണ്. ഞങ്ങള് ചേട്ടാനെ പറ്റി സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ചേട്ടാനെ ഒന്ന് കാണാനൊക്കെ പരിചയപ്പെടാം വിചാരിച്ചു. എന്നാ നമുക്ക് വീട്ടിലോട്ട് പോയിരുന്ന് വർത്താനം പറയാം. വീട്ടിലോട്ട് പോകുമ്പോ അല്ലേ, ഞാനൊന്ന് ഡ്രസ്സ് മാറി കുളിച്ചു വരാം. സത്യം സത്യമാ. സന്ദീപിനെ ഒന്ന് സ്വയമായിട്ട് സത്യമായി പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് സന്ദീപ് NG. കോഴിക്കോട് ജില്ല കോടഞ്ചേരി എന്ന് പറഞ്ഞ മലകളും പുഴകളും ഒക്കെയുള്ള ചെറിയൊരു ഗ്രാമമാണ് എൻ്റെ സ്വദേശം. സന്ദീപേട്ടയുടെ വിദ്യാഭ്യാസ യോഗ്യത അല്ലെങ്കിൽ എന്തുവരെ പഠിച്ചു എന്നൊന്ന് പറയാമോ? പറയാം. എൻ്റെ വിദ്യാഭ്യാസമൊക്കെ സംഭവബഹുലമാണ്. പഠനം BCom കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം MCOമിന് പോയി ചേർന്നു. MCOമിന് അങ്ങനെ പോയി, അങ്ങനെ ആദ്യത്തെ വർഷം തന്നെ എല്ലാ വിഷയത്തിനും തോറ്റു. അങ്ങനെ അത് അവിടെ നിർത്തി. പിന്നെ ഈ BComൻ്റെ MCOമിൻ്റെ ഇടയ്ക്ക് ഒരു ഡിപ്ലോമ 1 ഇയർ ഡിപ്ലോമ കോഴ്സ് ചെയ്തിട്ടുണ്ട്, ഒരു ഡിഫ എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിങ്ങിൻ്റെ. അങ്ങനെ അത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതാണ് എൻ്റെ വിദ്യാഭ്യാസം. സന്ദീപയുടെ വിദ്യാഭ്യാസത്തിന് ശേഷം എന്താണ് ഒരു കരിയറായിട്ട്, ഒരു പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുത്തത് എന്താണ്? ഇപ്പം ഞാൻ നിലവിൽ കാർഷിക മേഖലയിൽ ആണ് ജോലി എടുക്കുന്നത്. എന്തൊക്കെ
തരം കൃഷികളാണ്, അല്ലെങ്കിൽ എന്താണ് കൃഷി ചെയ്യുന്നത്? കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തരം കൃഷികളിലും എല്ലാത്തരം ജോലികളും ചെയ്യുന്നുണ്ട്. പോത്തുണ്ട്, പശുവുണ്ട്, ടാപ്പിംഗ് ഉണ്ട്, തേങ്ങ പൊളിക്കാൻ പോകും, പിന്നെ പറമ്പിലെ എല്ലാത്തരം പണികളും എടുക്കും. അങ്ങനെ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട ഒരുവിധപ്പെട്ട എല്ലാ പണികളും, മരം കയറ്റം ഒഴിച്ചിട്ടുള്ള എല്ലാ പണികളും തന്നെ അറിയാം, ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സന്ധ്യവട്ട ഇത്രയും പഠിച്ചതെന്ന് പറഞ്ഞത് ഡിഗ്രി പഠിച്ചിട്ടുണ്ട്, PGക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു കൂടുതൽ പേരും വൈറ്റ് കോളർ ജോബ്സ്, കൂടുതലൊരു IT മേഖല, ബാങ്കിങ് മേഖല, ഇങ്ങനെയുള്ള ഇതാണ് താല്പര്യം. പക്ഷേ സന്ധ്യവട്ടായി വളരെ വ്യത്യസ്ത, ഇത്രയും പഠിച്ചിട്ട് തന്നെ വളരെ വ്യത്യസ്തമായി കാർഷിക മേഖല തിരഞ്ഞെടുത്തു. അത് ഈ കാലത്ത് അധികം ആരും പോകാത്തൊരു മേഖലയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ തിരഞ്ഞെടുക്കാൻ വല്ല പ്രത്യേക കാരണം വല്ലതും ഉണ്ടോ? പൊതുവെ എന്നെ പരിചയപ്പെടുന്ന ആളുകളെല്ലാം എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഈ മേഖല തിരഞ്ഞെടുക്കാൻ, കാർഷിക മേഖലയിൽ എന്തുകൊണ്ട് എത്ര പഠിച്ചില്ലേ, വേറെ എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടായിരുന്നോ എന്നിങ്ങനെ പൊതുവെ എന്നോട് ചോദിക്കുന്നതാണ്. അപ്പം അതിൻ്റെ ഉത്തരം ഇതാണ്. ഈ പൊതുവെ എനിക്ക് ഈ കാർഷിക മേഖല എനിക്ക് ചെറുപ്പം തൊട്ട് ഇഷ്ടമാണ്. ഈ നമ്മൾ ഈ മണ്ണ്, മരങ്ങൾ, പച്ച, പുഴ, മഴ, വെയിൽ, ഇതൊക്കെ എനിക്ക് പണ്ട് തൊട്ട് ഇഷ്ടമാണ്. പിന്നെ ഞാനിങ്ങനെ ചിന്തിക്കുന്നത് ഈ വൈറ്റ് കോളർ ജോബ് മാത്രമല്ല ജോലി എന്ന്, അത് നമുക്ക് ക്ലിക്കായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏത് ജോലി എടുക്കുന്നതിലും അങ്ങനെ കുഴപ്പമില്ല. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കാനായിട്ട് മാന്യതയുള്ളൊരു തൊഴിൽ, അതാണ് ഞാൻ അതിനെക്കുറിച്ച് അത്രേ കരുതുന്നുള്ളൂ. പിന്നെ നമുക്ക് ഹാപ്പി ആയിരിക്കുന്ന മേഖലയിൽ നമ്മളായിരിക്കുക മാത്രമല്ല, അതെ, മാനവികതയുടെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് കർഷകനും കൃഷിയുമാണല്ലോ. അപ്പൊ അതിനെ സംബന്ധിച്ച് വളരെ അഭിമാനം തോന്നുന്നു എന്നുള്ളതിൽ അതിനകത്ത് വളരെ സന്തോഷം ഉണ്ട്. കാരണം ഇന്നത്തെ ലോകത്തിൽ നിലനിൽക്കുന്നതായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കൃഷിയില്ലാതെ, കർഷകനില്ലാതെ ആർക്കും ജീവിക്കാൻ കഴിയില്ല. ബാക്കി ഏത് കാര്യങ്ങളും ഇല്ലാതെ ഒരു പക്ഷേ കഴിയാം. അപ്പം അങ്ങനെയുള്ള ഒരു സമയത്ത് സന്ദീപിനെ പോലൊരു ചെറുപ്പക്കാരൻ ഈ കാര്യങ്ങൾ തിരഞ്ഞെടുത്തത് വളരെ അഭിനന്ദനാർഹമായിരിക്കുന്ന ഒന്നാണ്. സന്ധ്യവട്ടയുടെ രോഗത്തെ പറ്റി നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയാമോ? പേരൊക്കെ വലിയ പേരാണ്, വായിക്കൊള്ളാത്ത പേരാണ്. നോഡുലാർ സ്ക്ലെറോസിസ് ഹോഡ്ജിഗൻസ് ലിംഫോമ എന്നാണ് അതിൻ്റെ ഫുൾ പേര്. ഞാൻ തന്നെ കുറേ ദിവസം എടുത്തിട്ടാണ് ഇത് ഇങ്ങനെ പഠിക്കുന്നത്, മനസ്സിലാക്കി ഈ പേര് തന്നെ പഠിക്കുന്നത്. അതായത് സംഭവം ഇത്രേ ഉള്ളൂ, വളരെ ലളിതമാണ്. നമ്മുടെ ശരീരത്തിൽ ഈ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ശ്വേതരക്താണുക്കളുണ്ടല്ലോ, അപ്പോൾ അതിനെ ബാധിക്കുന്ന ഒരുതരം രക്താർബുദമാണ് ഈ അസുഖം. പൊതുവെ ഇതിനെ വിളിക്കുന്ന പേര് ലിംഫോമ എന്നാണ്. ലിംഫോമ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലിംഫോമ പൊതുവിൽ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പേരാണ് ലിംഫോമ. അപ്പം ലിംഫോമയിൽ ഏത് വകഭേദമായിരുന്നു എന്നുള്ളതാണ് വലിയ പേര്. പിന്നെ 3rd സ്റ്റേജിലായിരുന്നു രോഗം കണ്ടുപിടിക്കുന്നത്. സന്ധ്യവട്ട ഇപ്പം രോഗത്തെ പറ്റി പറഞ്ഞു, അതായത് ലിംഫോമ എന്ന് പറയുന്നൊരു രോഗമെന്ന് പറഞ്ഞു. ഈ രോഗത്തിൻ്റെ പ്രാരംഭഘട്ടം ഒന്ന് പറയാമോ? അതായത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പറയാമോ? എൻ്റെ 24ാമത്തെ വയസ്സിലാണ് ക്യാൻസർ എന്ന രോഗം സ്ഥിരീകരിക്കുന്നതും ചികിത്സയിലേക്കും അതിൻ്റെ ഭയാനകതയിലേക്കൊക്കെ കടക്കുന്നത്. അപ്പം നോർത്ത് ഇന്ത്യയിൽ വെച്ചിട്ടാണ് ഇതെനിക്ക് ആദ്യം ഇതിൻ്റെ ലക്ഷണങ്ങളൊക്കെ വരുന്നത്. പനിയായിട്ടായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ ലക്ഷണം. പിന്നെ വെയിറ്റ് ലോസ് ഉണ്ടായിരുന്നു, ഒരു 15 കിലോ വെയിറ്റ് ലോസ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ആശുപത്രിയിൽ പോകുന്നു. ഇതിങ്ങനെ കണ്ടുപിടിക്കുന്നതിൻ്റെയൊക്കെയുള്ള തുടക്കമാണ്. ഇപ്പം നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു. നോർത്ത് ഇന്ത്യയിൽ എന്താണ്, ഇത് വല്ല കൃഷി ആവശ്യത്തിനോ അങ്ങനെ വല്ല, അത് വേറെ വല്ല ജോലിക്കോ ആണോ നോർത്ത് ഇന്ത്യയിൽ പോകാൻ ഉള്ള കാരണം? ഞാൻ നോർത്തിലുണ്ടായിരുന്നത് ജോലി ആവശ്യം അല്ലെങ്കിൽ കൃഷി അങ്ങനെ ആയിട്ട് ബന്ധപ്പെട്ട ഒന്നുമല്ല. ഞാനത് പറയണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവണമെങ്കിൽ കുറച്ചുകൂടെ ഞാനൊരു വിശദമായിട്ട് പറയണം, എങ്കിൽ അത് മനസ്സിലാവുള്ളൂ. ഞാൻ വിശദമായിട്ട് പറയാൻ ശ്രമിക്കാം. ഞാൻ എൻ്റെ 15ാമത്തെ വയസ്സ് വരെ ഞാനൊരു മതവിശ്വാസിയായിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതായത് മതം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ, ഞാൻ ആയിരിക്കുന്ന മതത്തിൽ എന്നോട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് മോക്ഷത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു സ്വർഗം, ഒരു നിത്യത, അപ്പോൾ അതിനുവേണ്ടി അവർ പറയുന്ന കുറേ കാര്യങ്ങൾ എൻ്റെ കഴിവിനനുസരിച്ച് മാക്സിമം ഞാൻ ചെയ്തിരുന്ന അല്ലെങ്കിൽ ചെയ്തു പോന്നിരുന്ന ഒരാളാണ്. നമ്മൾ പറയില്ലേ, ജീവിതത്തിലൊരു ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ നിർണായകമായ ഒരു കാലഘട്ടം എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ എന്ന് പറഞ്ഞായിരുന്നു എൻ്റെ 15ാമത്തെ വയസ്സ്. ഞാനങ്ങനെ എൻ്റെ 15ാമത്തെ വയസ്സിൽ ഞാൻ യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് അറിയുവാനും കർത്താവിൻ്റെ കാൽവരിയിലെ മരണം എൻ്റെ പാപങ്ങൾക്കൂടെ പരിഹാരത്തിന് വേണ്ടിയായിരുന്നു എന്നും എനിക്ക് മനസ്സിലാക്കുവാനും ആ കർത്താവിൻ്റെ കാൽവരി മരണത്തിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും നിത്യമായിട്ടുള്ള രക്ഷ അല്ലെങ്കിൽ ഒരു സ്വർഗം ലഭിക്കുക എന്നുള്ളൊരു തിരിച്ചറിവ് ലഭിച്ച വയസ്സായിരുന്നു എൻ്റെ 15ാമത്തെ വയസ്സെന്ന്. 15ാമത്തെ വയസ്സ്? അതെ, 15ാമത്തെ വയസ്സ്. അപ്പോൾ അതിനുശേഷം എൻ്റെ ഒരു ആഗ്രഹം, ഞാൻ മുൻഗണന കൊടുത്തത്
ഞാൻ അറിഞ്ഞ ഈ ഒരു സത്യം ഉണ്ടല്ലോ, കർത്താവിനെ കുറിച്ച് ഞാൻ വ്യക്തിപരമായിട്ട് അറിഞ്ഞ ഈ ഒരു സത്യം, പ്രത്യേകിച്ച് ഇത് അറിയില്ലാത്ത ആളുകളോട് പോയി പറയുക, അല്ലെങ്കിൽ അവരും ഈ സന്ദേശം കേൾക്കുക എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ബേസിലാണ് ഞാൻ നോർത്ത് ഇന്ത്യയിൽ ആയി പോയതും. അപ്പം സന്ദീപ് പറഞ്ഞല്ലോ നോർത്ത് ഇന്ത്യയിൽ പോയി എന്ന്. അപ്പം കർത്താവായ യേശുക്രിസ്തു എൻ്റെ പാപത്തിനു വേണ്ടി കാൽവരിയിൽ മരിച്ചു, അതുകൊണ്ട് എനിക്ക് ഇനി നരകശിക്ഷയില്ല, സ്വർഗം എനിക്ക് ലഭിക്കും എന്നുള്ളതാണല്ലോ തിരിച്ചറിഞ്ഞ ഒരു സത്യം എന്ന് പറയുന്നത്. ആ സത്യം അപ്പം നോർത്ത് ഇന്ത്യയിലുള്ളവർ അറിയണം, അതോടൊപ്പം നമ്മുടെ അയൽവാസികളും ഈ ദേശത്തുള്ളവരും അറിയണമെന്ന് അപ്പം സന്ദീപ് ചിന്തിച്ചില്ലേ? ഉണ്ട്, ഞാൻ അങ്ങനെ ചിന്തിച്ചായിരുന്നു. എനിക്കത് അങ്ങനെ ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പം കർത്താവിനെ കുറിച്ച് ഒരിക്കലെങ്കിലും കേൾക്കാത്ത ആളുകൾ വളരെ ചുരുക്കം അല്ലേ? അല്ലേ? അപ്പം പ്രത്യേകിച്ച് ഈ നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയുള്ള അവസ്ഥ അതല്ല. അവർ യേശുക്രിസ്തുവിനെ ഒരിക്കലും കേട്ടിട്ട് പോലില്ല. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്നോ അല്ലെങ്കിൽ ഒരു ബൈബിൾ ഉണ്ടെന്നോ അങ്ങനെ ഒരു ആശയം ഉണ്ടെന്നോ ഒന്നും അവർക്ക് അറിയില്ല. പ്രത്യേകിച്ച് അവർക്കായിരിക്കുമല്ലോ കുറച്ചുകൂടി ഒരു മുൻഗണന നമ്മൾ കൊടുക്കണ്ടേ. ഏതായാലും സന്ദീപ് പറഞ്ഞ ആ കാര്യം വളരെ അഭിനന്ദാർഹമായ ഒരു കാര്യമാണ്. കേരളത്തിലെ ആളുകൾ ഒരിക്കലെങ്കിലും യേശുക്രിസ്തു എന്നേലും കേട്ടിട്ടുണ്ട്, എന്നാൽ കേട്ടിട്ടില്ലാത്തവരുടെ അടുക്കിലേക്ക് അങ്ങനെ പോകാൻ തോന്നി എന്ന് പറയുന്നതും വളരെ അഭിനന്ദാർഹമായ കാര്യമാണ്. അങ്ങളെ ചേട്ടാ ഈ സമയം ജിമ്മിൽ പോകുന്നു, ഞങ്ങളെയും ജിമ്മിലോട്ട് വരാൻ പ്രേരിപ്പിക്കുന്നു, അങ്ങനെയുള്ളൊരു ചേട്ടയാണ്. ഇങ്ങനെ എല്ലാം നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ചേട്ടയ്ക്ക് ചെറിയ പ്രായത്തിൽ തന്നെ, അതായത് 24 വയസ്സിൽ തന്നെ ഇത്ര മാരകമായൊരു രോഗം പിടിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ഞെട്ടലുണ്ടാക്കി. പക്ഷേ ചേട്ടയ്ക്ക് അതിനോടുള്ളൊരു റെസ്പോൺസ് എന്തായിരുന്നു? ചേട്ടൻ എങ്ങനെയാണ് ഇതിനെ അഭിമുഖീകരിച്ചത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കർത്താവിനെ വ്യക്തിപരമായിട്ട് അറിഞ്ഞൊരു സംഭവത്തെക്കുറിച്ച് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ. ജീവിതത്തിൽ ഞാൻ അന്നു മുതൽ ഈ കർത്താവിനെ വ്യക്തിപരമായിട്ട് ജീവിതത്തിൽ അറിഞ്ഞ അന്നു മുതൽ ഞാൻ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും വാസ്തവത്തിൽ ഞാൻ അനുഭവിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അല്ലെങ്കിൽ അതായത് നമ്മുടെ ജീവിതത്തിന് നേരെ ആർത്തലച്ചു വരുന്ന തിരമാലകൾക്ക് മുമ്പിൽ നമുക്കൊരു പുഞ്ചിരിയോടുകൂടി നിൽക്കാനായിട്ട് എന്നെ പ്രാപ്തനാക്കി തീർത്തത് അങ്ങനെ ഒരു കർത്താവിനെ അറിഞ്ഞ ആ ഒരു സത്യം മൂലമാണ് എനിക്ക് എന്നെ സാധിച്ചത്. അപ്പം ഞങ്ങളിത് വെല്ലൂർ വെച്ചിട്ടാണ് ഈ രോഗം സ്ഥിരീകരിക്കുന്നത്. അപ്പം അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ പെങ്ങളുടെ ഭർത്താവ് ജോമോ എന്ന് പറഞ്ഞ ആളും ഞാനും, അങ്ങനെ രണ്ടുപേരുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്, വെല്ലൂർ പോകുന്നത്. ഞങ്ങൾ പോകുന്നതും ഇവിടെയുള്ള നാട്ടിലുള്ള കുറച്ച് ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ നോക്കി. അപ്പം എന്താണെന്നുള്ള കൃത്യമായിട്ട് രോഗം നിർണ്ണയിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം അങ്ങനെ വെല്ലൂർ പോകുന്നു, രോഗം കണ്ടുപിടിക്കുന്നു, മരുന്ന് മേടിക്കുന്നു, തിരിച്ചു പോരുന്നു. അതാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ചിത്രം. അതാണ് അതിനെക്കുറിച്ച് അത്രേ നമ്മൾക്ക് ഉണ്ടായിരുന്നുള്ളൂ അറിവ്. അപ്പം അങ്ങനെ ഒരു ദിവസം ഒരു രാത്രിയിൽ ഒരു വൈകുന്നേരം ഡോക്ടർ ടൈറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അദ്ദേഹം വൈകുന്നേരം ഫോൺ വിളിക്കുകയാണ്. റിപ്പോർട്ട് വന്നു, ഇന്നതാണ് അസുഖം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പം ഇത് നിങ്ങൾക്കോ അല്ലെങ്കിൽ ഒരുപക്ഷെ കേൾവിക്കാർക്ക് ഇത് അതേപോലെ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും യാഥാർത്ഥ്യം അതാണ്. അന്ന് ഈ രോഗം സ്ഥിരീകരിച്ച ആ ഒരു ദിവസവും എന്നത്തെയും പോലെ തന്നെ അന്ന് സുഖമായിട്ട് ഉറങ്ങി. അപ്പോൾ എനിക്ക് അന്ന് എന്തുകൊണ്ട് അങ്ങനെ ഉറങ്ങാനായിട്ട് സാധിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് ഇന്ന് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും, കർത്താവിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് അറിഞ്ഞത് ഒന്നുകൊണ്ട് മാത്രമാണ്. അതിൻ്റെ സമാധാനം, അതെ, ആ സമാധാനത്തിൽ എനിക്ക് അന്ന് ഉറങ്ങാനായിട്ട് സാധിച്ചു. അപ്പം നിങ്ങൾ വിശ്വസിക്കുമോയെന്ന് അറിയത്തില്ല, തമിഴ്നാട്ടിലെ വളരെ പ്രശസ്തമായ ഒരു വെല്ലൂർ ഒരു ബിരിയാണി ഉണ്ട്, അമ്മ ബിരിയാണി. ഞങ്ങൾ അമ്മ ബിരിയാണിയൊക്കെ കഴിച്ച് വളരെ സന്തോഷത്തിൽ വളരെ ശാന്തമായിട്ടാണ് ഞാൻ അന്ന് രാത്രിയും ഉറങ്ങിയത്. സാധാരണ ഏതൊരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചും ഇങ്ങനെയൊരു രോഗത്തിൻ്റെ മുൻപിലാണ് എന്ന് കേൾക്കുമ്പോൾ സാധാരണ എല്ലാവരും പകച്ചു നിൽക്കുകയേ ചെയ്യാറുള്ളൂ. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സന്ദീപിന് ഇതിനെ പുഞ്ചിരിയോടെ നേരിടാൻ കഴിഞ്ഞത് യേശുക്രിസ്തു തൻ്റെ ഹൃദയത്തിലുണ്ട്, തൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്നുള്ള ആ വലിയ യാഥാർത്ഥ്യമാണ്. സന്ധ്യേട്ടെ സന്ദീപേട്ടയുടെ രോഗത്തെ പറ്റി പറഞ്ഞു, അതിനോട് ഉള്ള സന്ദീപേട്ടയുടെ സമീപനം പറഞ്ഞു. അച്ഛനമ്മ അവരൊക്കെ പെങ്ങള് ഇവരൊക്കെ ഈ രോഗത്തോട് എങ്ങനെയാണ് സമീപിച്ചത്? സന്ദീപ് പുഞ്ചിരിയോടെ കണ്ടു എന്ന് പറഞ്ഞാലും വീട്ടുകാർ ഇതിന്റെ മുമ്പിൽ പകച്ചു നിന്നോ എന്നുള്ളത് അല്ലേ? അതെ അതെ, നല്ല വീട്ടില് ഇതല്ലായിരുന്നു അവസ്ഥ. ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഞാനും അളിയിലും വെല്ലൂര്, ബാക്കി എൻ്റെ പപ്പ മമ്മി പെങ്ങളെല്ലാവരും വീട്ടിൽ ഈ ഒരു രോഗം ഇന്നതാണെന്ന് അറിഞ്ഞപ്പോൾ വാസ്തവത്തിൽ വീടൊരു മരണ വീട് പോലെ ആയിപ്പോയി എന്നാണ് വാസ്തവം. പക്ഷേ എങ്കിലും പറയാനായിട്ട് സാധിക്കുന്നെങ്കിലും അവർക്ക് പെട്ടെന്ന് തന്നെ കർത്താവ് തരുന്ന സമാധാനത്തിലേക്കും ആശ്വാസത്തിലേക്കും അവർക്ക് പെട്ടെന്ന് തന്നെ വരുവാനായിട്ട് സാധിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. സന്ദീപ് പറഞ്ഞല്ലോ പനി, വെയിറ്റ് ലോസ് തുടങ്ങിയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു.
എന്നാൽ ഈ രോഗം ആയിരുന്നു എന്ന് യഥാർത്ഥത്തിൽ ശരിയായി തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ് നോർത്തിൽ വെച്ച്? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ നോർത്തിലായിരുന്നു. അവിടെ വെച്ചാണ് എനിക്കിങ്ങനെ പനി വരുന്നു, ഒരു 15 കിലോ വെയിറ്റ് ലോസ് വരുന്നു. അപ്പം ഞാൻ അന്ന് അവിടെ നമ്മുടെ ഇവിടുത്തെ ഭക്ഷണ രീതികൾ, കാലാവസ്ഥ, ഇതൊക്കെ പെട്ടെന്ന് ഒരു മാറ്റത്തിലേക്കാണല്ലോ ഞാൻ ചെല്ലുന്നത്. അപ്പം എനിക്ക് അവിടുത്തെ ശരിക്കും പറഞ്ഞാൽ ഭക്ഷണത്തിൽ അങ്ങനെ ഒരു ടേസ്റ്റി ആയിരുന്നില്ല. അപ്പം ഞാൻ ഭക്ഷണം പൊതുവേ കുറഞ്ഞ അളവിലായിരുന്നു ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചുകൊണ്ട് വെയിറ്റ് ലോസ് ഭക്ഷണം കുറയുന്നു, അതുകൊണ്ടായിരിക്കാം വെയിറ്റ് ലോസ്. പിന്നെ എപ്പോഴും ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാലാവസ്ഥ മാറി വരുന്നു, കാലാവസ്ഥ തണുപ്പ് ചൂട്, അപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കാമെന്ന് ഓർത്തുകൊണ്ടിരുന്നു. പിന്നെ അങ്ങനെ തീരെ വയ്യാണ്ടായപ്പോഴാണ് ഇങ്ങനെ അവിടെയുള്ളൊരു ഹോസ്പിറ്റലിൽ പോകുന്നു. ഇങ്ങനെ അവിടെ ടെസ്റ്റ് ചെയ്യുന്നു, ബ്ലഡ് ടെസ്റ്റാണ് ആദ്യം ചെയ്തത്. അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം അവിടെയുള്ള ഈ ഗ്രാമത്തിലുള്ള ആളുകൾക്കൊക്കെ മഞ്ഞപ്പിത്തം, പിന്നെ അങ്ങനെയുള്ള കുറച്ച് പകർച്ചവ്യാധികളുണ്ട്. അപ്പോൾ അതൊക്കെ ആയിരിക്കും ആദ്യം ഓർത്തു. അങ്ങനെ അത് ടെസ്റ്റ് ചെയ്തു. അതൊന്നും അല്ല. ഒരു എക്സ്റേ എടുത്തു. അപ്പോൾ എൻ്റെ എക്സ്റേ എടുത്തപ്പോൾ, എൻ്റെ ചെസ്റ്റിൻ്റെ എക്സ്റേ എടുത്തപ്പോൾ അതിലിങ്ങനെ ഒരു മുഴ ഇങ്ങനെ കാണുന്നുണ്ട്, ഒരു ട്യൂമർ പോലെ അതിലിങ്ങനെ കണ്ടു. അപ്പോൾ അങ്ങനെ പിന്നെ നാട്ടിലോട്ട് വരികയാണ്. നാട്ടിൽ അങ്ങനെ ഒന്ന് രണ്ട് ഹോസ്പിറ്റലൊക്കെ ഇങ്ങനെ കാണിച്ചു. അപ്പോൾ നാട്ടിലും അവിടെ നിന്ന് പിന്നെ ബയോപ്സിയൊക്കെ എടുക്കുന്നു. എന്നിട്ട് നാട്ടിൽ നിന്ന് കൃത്യമായിട്ട് ഇന്നതാണ് രോഗം എന്ന് നിർണ്ണയിക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അങ്ങനെയാണ് ഈ ബയോപ്സിൻ്റെ സ്ലൈഡുമായിട്ട് തമിഴ്നാട്ടിലുള്ള വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ അങ്ങനെ ചെല്ലുകയും അവിടെ നിന്നാണ് ഇന്ന രോഗമാണെന്ന് കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്തത് അവിടെ നിന്നാണ്. ഈ രോഗം കണ്ടുപിടിച്ച് ഉടനെ തന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയതോ? ഇല്ല, ഉടനെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയില്ല. രോഗം ഇന്നതാണെന്ന് അറിഞ്ഞതിന് ശേഷം ഏകദേശം എനിക്ക് തോന്നുന്നു 1 മാസത്തോളമെങ്കിലും എടുത്തിട്ടാണ് പിന്നെ ട്രീറ്റ്മെൻറ്റിലേക്ക് വരുന്നത്. അതായത് നമ്മൾ ഏത് സ്റ്റേജിലാണെന്നും ചികിത്സ എങ്ങനെ വേണമെന്നും ഒക്കെ, പിന്നെ കുറേ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം 1 മാസം അങ്ങനെ പോയി. ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊന്ന് പറയാമോ? ഇതിനങ്ങനെ ഒരു ഫലകരമായ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എന്നൊക്കെ ആദ്യം തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ ഞാനിങ്ങനെ ഡോക്ടറോട് ആദ്യം ചോദിച്ചായിരുന്നു. ട്രീറ്റ്മെൻറ്റ് ചികിത്സിച്ചാൽ ഇത് പൂർണ്ണമായിട്ട് ഭേദപ്പെടുമോ എന്ന് ഞാൻ ഡോക്ടറോട് ഞാൻ ആദ്യമേ ചോദിച്ചായിരുന്നു. അപ്പോൾ ഡോക്ടർ അതിന് പറഞ്ഞത്, നമ്മൾ ചികിത്സിക്കുന്നു, സൗഖ്യം തരുന്ന ദൈവമല്ലേ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എങ്കിലും ഒരു 70% ഉറപ്പ് തരാൻ പറ്റും, രോഗം പൂർണ്ണമായിട്ട് ഭേദപ്പെടും എന്നുള്ളൊരു 70% ഉറപ്പ് തരാൻ പറ്റും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ എൻ്റെ ചികിത്സ നിർണ്ണയിച്ചത് 12 സൈക്കിൾ കീമോ, അതായത് ഫുൾ ഡോസ് കീമോ, മാസത്തിൽ 2 കീമോ വെച്ചിട്ട് 15-ാം പൊക്കം അങ്ങനെ 2 കീമോ. അതിനുശേഷം ഈ കീമോ തെറാപ്പി എല്ലാം കഴിഞ്ഞതിന് ശേഷം 21 റേഡിയേഷൻ, ആഴ്ചയിൽ 4 റേഡിയേഷൻ വെച്ച് അങ്ങനെ 21 റേഡിയേഷൻ. അതാണ് ഇതിൻ്റെ ചികിത്സ നിശ്ചയിച്ചത്. അങ്ങനെയാണ്. പിന്നെ കീമോനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കീമോനെ ഞാൻ എപ്പോഴും ഒരു യുദ്ധം എന്ന വാക്കുകൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം കീമോ എന്നെ അത്രയേറെ ബുദ്ധിമുട്ടിപ്പിച്ച ഒന്നാണ്. ഇപ്പോഴും ഞാൻ കീമോതെറാപ്പി എന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന വാക്കാണ് യുദ്ധം. അതുപോലെ ഞാൻ ബുദ്ധിമുട്ടിപ്പോയി ഈ ചികിത്സ ചിന്തിക്കാനുള്ള കാര്യം ഒന്ന് ഞാൻ തുടർന്ന് പറയാം. എൻ്റെ ബുദ്ധിമുട്ടുകളും എനിക്കുണ്ടായ രോഗം ഇന്നതാണെന്ന് അറിയുന്നതും രോഗത്തിൻ്റെ ആദ്യ പ്രാരംഭ നാളുകളൊന്നും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. ഈ ചികിത്സ തുടങ്ങിയതിന് ശേഷമാണ് വാസ്തവത്തിൽ ക്യാൻസറിൻ്റേതായ ബുദ്ധിമുട്ടുകളെല്ലാം എനിക്ക് വരുന്നത്. ഞാൻ ഈ കീമോതെറാപ്പീൻ്റെ ആ സമയങ്ങളിലൊക്കെ ഞാനിങ്ങനെ ഒരു ഡയറി എഴുതുമായിരുന്നു. ഓരോ ദിവസവും നടക്കുന്ന സംഭവങ്ങളും ആശുപത്രിയിലെ കാര്യങ്ങളും എനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ സൈഡ് എഫക്റ്റ്, ഇതൊക്കെ ഞാനിങ്ങനെ എഴുതി പോരും. അപ്പം എഴുതി പോരുമ്പോൾ നമ്മുടെ ഡയറിയിലെ വരികളുടെ എണ്ണം കൂടുന്നതല്ലാതെ ഒരിക്കലും കുറഞ്ഞു വന്നിട്ടില്ല. അപ്പം അതെന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾക്ക് പറയാൻ നേരത്ത് തല മുതലിങ്ങ് പോരുകയാണെങ്കിൽ തലവേദന, കഴുത്തുവേദന, പല്ലുവേദന, നടുവേദന, കൈ കാലെല്ലാം മരവിപ്പ്, പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട്, ഛർദി, ഓക്കാനം, പിന്നെ നമ്മുടെ ശോധന നടക്കാത്തതിലുള്ള ബുദ്ധിമുട്ട്, പിന്നെ താടി, മുടി, പുരുകം ഇതെല്ലാം പോകുന്ന ബുദ്ധിമുട്ട്, ഇങ്ങനെ പിന്നെ സ്വഭാവത്തിൽ ഇങ്ങനെ അടിക്കടി ചേഞ്ച്, നമുക്ക് പോലും മനസ്സിലാകുന്നില്ല അടുത്ത നിമിഷം ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് എനിക്ക് പോലും മനസ്സിലാകുന്നില്ല സ്വഭാവത്തിൽ. അതെല്ലാം ഈ കീമോതെറാപ്പിയുടെ സൈഡ് എഫക്റ്റുകളാണ്. പിന്നെ നമ്മൾക്ക് പല്ലുവേദന, ഞാൻ പറഞ്ഞ നേരത്തെ പല്ലുവേദന, അങ്ങനെ കിടക്കുമ്പോൾ ഇരിക്കാൻ തോന്നും, ഇരിക്കുമ്പം കിടക്കാൻ തോന്നും. അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചില ക്യാൻസർ പേഷ്യൻറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അവർക്ക് അസാധാരണമായ സൗണ്ട് ഡിസ്റ്റർബൻസ് ആണ്, കാരണമായ ദേഷ്യം വരും, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമായിരുന്നു. അതായത് കീമോതെറാപ്പിൻ്റെ സൈഡ് എഫക്റ്റിൽ ഒന്ന് പറയുന്നത് തലച്ചോറിൻ്റെ ശരിയല്ലാത്ത പ്രവർത്തനം എന്നാണ് അതിലൊരു സൈഡ് എഫക്റ്റ്. അപ്പം നമ്മൾ
എങ്ങനെ പ്രതികരിക്കുന്നോ, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ചിന്താ രീതികൾ പോകുന്നതെന്നൊന്നും നമുക്കങ്ങനെ കൃത്യമായിട്ട് നിർവചിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. ഒരിക്കൽ എന്നോട് ഒരാൾ ചോദിച്ചു, ഈ കീമോതെറാപ്പി ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അനുഭവപ്പെടുക, ആ ഫീലിംഗ് എന്താണെന്ന് എന്നോട് ഇങ്ങനെ ചോദിച്ചു. വാസ്തവത്തിൽ ഇന്നും അതിൻ്റെ ഉത്തരം എനിക്ക് കൃത്യമായിട്ട് നമ്മൾക്ക് എന്താണ് അനുഭവപ്പെടുന്നതെന്ന് അതേ രീതിയിൽ അല്ലെങ്കിൽ അതേ അളവിൽ ഒരാൾക്ക് പറഞ്ഞു തരാനായിട്ട് ഇന്നും വാസ്തവത്തിൽ എനിക്കറിയത്തില്ല. ആ നാളുകളിൽ മമ്മി ഉറങ്ങുന്നത് രാത്രി 1 മണി 2 മണി ഒക്കെ ആകുമ്പോഴാണ് മമ്മി ഉറങ്ങുന്നത്. അപ്പോൾ മമ്മി ആ സമയം വരെ എന്തെടുക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഉറക്കണം, അതിനുശേഷം മമ്മിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങണം. അപ്പം മമ്മി ഇങ്ങനെ എൻ്റെ കട്ടിലിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കൈ തൂത്ത് തരിക, കാല് തൂക്കുക, തിരുമ്മുക, മസാജ് ചെയ്യുക, ഇതൊക്കെയാണ് മമ്മി ചെയ്യുന്നത്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ അമ്മമാരാണ്. അപ്പം എപ്പോഴും ഈ കീമോതെറാപ്പിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ വാസ്തവത്തിൽ എൻ്റെ എന്താ പറയുന്ന അടിവയറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു ഉരുണ്ടു കൂടുന്ന എന്തൊക്കെയോ അനുഭവപ്പെടുന്ന ആ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കാൻ നേരത്ത് നമുക്ക് അങ്ങനെ ഒരു അനുഭവത്തിലേക്കാണ് ഞാൻ എപ്പോഴും വരാറുള്ളത്. ഈ റേഡിയേഷൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരുന്നു? അത് ഈ കീമോതെറാപ്പി പോലെ തന്നെ ബുദ്ധിമുട്ടുള്ളതായിരുന്നോ, അതോ അതിനെപ്പറ്റി ഒന്ന് പറയാം? റേഡിയേഷൻ വാസ്തവത്തിൽ എന്നെ സംബന്ധിച്ചുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മറ്റ് സൈഡിൽ കീമോതെറാപ്പിയും അതിൻ്റെ ബുദ്ധിമുട്ടുകളും അവിടെ നിൽക്കുകയാണല്ലോ. അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റേഡിയേഷൻ ഒരു ബുദ്ധിമുട്ടേ അല്ലായിരുന്നു. ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ സ്കിന്നെല്ലാം കറുത്തുപോയി, തൊണ്ടയിലെയും വായിക്കാത്ത തൊലിയെല്ലാം ഇളകിപ്പോയി. പിന്നെ നമുക്കിങ്ങനെ കുറേ പ്രയാസങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും കീമോതെറാപ്പീനെ അപേക്ഷിച്ച് റേഡിയേഷൻ ഒരു ബുദ്ധിമുട്ടേ അല്ലായിരുന്നു. പിന്നെ എങ്കിലും എനിക്ക് ഈ സമയത്ത് ഇതിനോട് ചേർത്ത് പറയാനായിട്ടുള്ളത്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ആരോഗ്യത്തിൽ അതീവ ശ്രദ്ധാലുവായിരുന്നു. ഇങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ഹെൽത്തിൻ്റെ കാര്യത്തിലാണ് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതെന്നെ ഒരുപാട് എൻ്റെ ചികിത്സാ കാലയളവിൽ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാരണം ആ നാളുകളിലൊക്കെ ഞാൻ അല്ലെങ്കിൽ ഒരു കീമോതെറാപ്പി, ഒരു ക്യാൻസർ പേഷ്യൻ്റ് വേറൊരാളുടെ ഒരു നിർബന്ധമില്ലാതെ ആഹാരം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു എന്നൊക്കെ പറയുമ്പം അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പം ഞാൻ അന്ന് എനിക്ക് തന്നെ കഴിക്കേണ്ട ഭക്ഷണത്തിന് അല്ലെങ്കിൽ കുടിക്കേണ്ട വെള്ളത്തിനൊക്കെ ഞാൻ തന്നെ ഒരു അളവ് വെക്കുമായിരുന്നു. അപ്പം അത് എത്ര മണിക്കൂറുകൾ എടുത്തിട്ടാണെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്യാതെ ഞാൻ ഉറങ്ങില്ലായിരുന്നു. ഞാനിങ്ങനെ കട്ടിലേക്ക് കിടക്കും, എൻ്റെ അമ്മ എനിക്കിങ്ങനെ അടുത്ത് വന്നിരുന്നിട്ട് ഈ സ്പൂണിൽ ഇങ്ങനെ കോരിത്തരും. അപ്പം ഭക്ഷണം അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഛർദ്ദിക്കും. അപ്പോൾ അതിന് കണ്ടെത്തിയ മാർഗ്ഗമാണ് ഇങ്ങനെ കിടക്കുന്നത് എനിക്ക് ഈ 1/2 സ്പൂൺ അല്ലെങ്കിൽ 1/4 സ്പൂണൊക്കെ ആയിട്ട് ഇങ്ങനെ ശരീരം അറിയാതെ ഭക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു അല്പം കഞ്ഞി എടുത്തു കഴിഞ്ഞാൽ ആ കഞ്ഞി കുടിച്ച് തീരുന്ന ചിലപ്പോൾ 2 മണിക്കൂറോ 3 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ ആ ഒരു ചികിത്സയുടെ കാലഘട്ടത്തിൽ എൻ്റെ ആരോഗ്യത്തോടുള്ള അതീവ ശ്രദ്ധ എനിക്ക് അതിലേറെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ്. സന്ദീപിനോടൊരു പ്രത്യേക ചോദ്യം ചോദിക്കാൻ ഈ സമയത്തുണ്ട്. ദൈവമകനായി തീർന്നു, സ്വർഗത്തിന് ഉറപ്പുണ്ട് എന്നുള്ള സത്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ വലിയ ആവേശത്തിൽ തന്നെ നിൽക്കുന്ന സമയത്ത് സന്ദീപിൻ്റെ ജീവിതത്തിലെ ആ നല്ല പ്രായത്തിൽ ഇങ്ങനെ ഒരു പ്രയാസം, ദൈവത്തെ അറിഞ്ഞ് എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, അല്ലെങ്കിൽ ദൈവത്തോടൊരു പിറുപിറുപ്പോ മറുതലിപ്പോ അങ്ങനെയൊക്കെ സാധാരണ അനേക മനുഷ്യരിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ സന്ദീപിൻ്റെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒന്ന് തോന്നിയിട്ടുണ്ടോ? അത് പ്രേക്ഷകർക്കും ഭയങ്കര വെല്ലുവിളി ആയിരിക്കുന്ന ഒരു ചോദ്യമായിരിക്കും പലപ്പോഴും. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അല്ലെങ്കിൽ ഒരു പിറുപിറുപ്പോ അല്ലെങ്കിൽ ഒരു മറുതലിപ്പോ എന്തുകൊണ്ട് എനിക്കിങ്ങനെ എന്നൊരു ചോദ്യം ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു പദ്ധതി ഉണ്ടെന്നും എൻ്റെ നന്മ അതാണെന്നുള്ളൊരു ബോധ്യം എനിക്ക് ആദ്യം മുതലേ അങ്ങനെ ഒരു ഉറച്ച ബോധ്യം എനിക്കുണ്ടായിരുന്നു. എൻ്റെ ആത്മീയ ഗുരു പ്രിയ പോളുകേട്ടൻ പറഞ്ഞ വാക്കുകളെ കടമെടുക്കുകയാണെങ്കിൽ അദ്ദേഹം ക്യാൻസർ ബാധിച്ച് ഈ ലോകത്തിൽ നിന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വിടവാങ്ങിപ്പോയ ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളെ കടമെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയാം: പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയുടെയും നിയന്ത്രണത്തിൻ്റെയും കാര്യത്തിൽ തെറ്റുപറ്റാത്ത ദൈവത്തിന് നിൻ്റെ കാര്യത്തിലും തെറ്റുപറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഉറച്ച ബോധ്യം എനിക്കുണ്ട്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിന് നിസാരം എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റുപറ്റിയെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ ഇതിനോട് ചേർത്ത് പറയാനായിട്ടുള്ളത്, ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് മാത്രമേ വാസ്തവത്തിൽ ഒരു കഷ്ടതയിൽ അല്ലെങ്കിൽ ജീവിത പ്രതിസന്ധികൾക്ക് മുന്നിൽ ഒരു പുഞ്ചിരിയോടുകൂടി നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാനിവിടെ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഞാൻ എവിടെയെങ്കിലും വായിച്ചു കേട്ട അറിവുകളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ജീവിതത്തിൽ നിന്ന് ഞാൻ കോപ്പി ചെയ്തതൊന്നുമല്ല. ഞാൻ എൻ്റെ സ്വന്തം ജീവിതാനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. അപ്പം എനിക്ക് തീർച്ചയായിട്ടും നിങ്ങളോടിത് പറയാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ
നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. കർത്താവിനെ അറിഞ്ഞതും കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ നന്മയാണ്, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണ് മുമ്പോട്ട് പോകുമെന്നുള്ള യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞതാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഈ കഷ്ടതയും പ്രതിസന്ധികളും വന്നപ്പോൾ അങ്ങനെ വളരെ സമാധാനത്തോടും സന്തോഷത്തോടും ഒരു പുഞ്ചിരിയോടുകൂടി അതിനെ സമീപിക്കാനായിട്ട് എനിക്ക് സാധിച്ചത്. അതെ, അത് ഞാൻ പറഞ്ഞു തരുന്ന അത് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനിക്ക് മാത്രമേ അതങ്ങനെ സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. ചേട്ടാ 2017 രോഗം തുടങ്ങിയെന്ന് പറഞ്ഞു. പിന്നെ ഏതാണ്ട് ഒരു വർഷത്തോളം ട്രീറ്റ്മെൻറ്റും ആയിട്ട് കാര്യങ്ങളുമായിട്ട് പോയി. ഇപ്പോൾ എന്താണ് ഇപ്പോഴത്തെ സ്റ്റേജ്? അനേകായിരങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവത്തിൻ്റെ അളവറ്റ കരുണയാൽ ഞാൻ ഇന്നും വളരെ ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നു. രോഗം വരുന്നതിന് മുമ്പുള്ള അതേ ഒരു കെയർ ഒക്കെ ഇപ്പോഴും ചെയ്യുന്നു? തീർച്ചയായും എനിക്ക് അന്നത്തെക്കാളും ആരോഗ്യം ഇപ്പോൾ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ പഴയ പോലെ തന്നെ ഇപ്പോഴും ജിമ്മിലും ഒക്കെ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ജിമ്മുണ്ട്. ഫിറ്റ്നസ് വിട്ടിട്ടുള്ള ഒരു കളിയില്ല. അനേകരുടെ ജീവിതത്തെ സ്പർശിക്കുന്ന സന്ധ്യവട്ടയുടെ സാക്ഷ്യം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സ്പർശിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ സന്ദീപ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ വളരെ വിലപ്പെട്ട ഒരു സാക്ഷ്യം നമ്മൾ കേൾക്കുകയായിരുന്നു. തൻ്റെ യൗവനത്തിൽ 24-ാമത്തെ വയസ്സിൽ ക്യാൻസർ എന്ന് പറയുന്ന മഹാരോഗത്തിൻ്റെ പിടിയിലായിട്ടും താനത് പുഞ്ചിരിയോടെ അതിനെ സധൈര്യം നേരിട്ടു. എത്ര അനുഗ്രഹീതമായിരിക്കുന്ന ചിന്തകളാണ് നമ്മൾ കേട്ടത്. എത്രയോ പേരാണ് ക്യാൻസർ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഭയന്ന് വിറങ്ങലിച്ച് തൻ്റെ ജീവിതവും ജീവനുമൊക്കെ നഷ്ടപ്പെടുത്തുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നത്. അതിൻ്റെ നടുവിൽ ഇത്ര മനോഹരമായിട്ട് ആ ചെറുപ്പക്കാരൻ ആ രോഗത്തെ സധൈര്യം നേരിട്ടു എന്ന് മാത്രമല്ല, തൻ്റെ കൂടെ നിന്ന അനേക സഹോദരങ്ങളുടെ പ്രാർത്ഥനയും കൈത്താങ്ങലുകളും എല്ലാം ചേർന്ന് താൻ ആ രോഗത്തെ പുഷ്പം പോലെ നേരിട്ടു എന്നുള്ളതാണ്. അതിനെ മറികടന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ അസാധാരണമായിരിക്കുന്ന കവിഞ്ഞൊഴുകുന്ന ആ ദൈവകൃപ തന്നിൽ വ്യാപരിച്ചത് തൻ്റെ മുഖത്തെ ആ പുഞ്ചിരിയിലൂടെ നാം കണ്ടു. അതുകൊണ്ട് ഈ സാക്ഷ്യം അനേക ചെറുപ്പക്കാരെ സ്വാധീനിക്കുവാൻ, സത്യസത്യമായുടെ അനേക പ്രേക്ഷകരെ സ്വാധീനിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നാം എല്ലാവരും തന്നെ യേശുക്രിസ്തുവിനെ അറിയുന്നവരും വിശ്വസിക്കുന്നവരുമൊക്കെയാണ്. എന്നാൽ യേശുക്രിസ്തു തൻ്റെ പാപത്തിൻ്റെ ശിക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചു. അനേക വേദനകളും പീഡകളും നിന്ദകളും സഹിച്ച് കാൽവരിയിലെ കുരിശിൽ മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. അത് തൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കും ദൈവമകനായി തീരാം, സ്വർഗത്തിന് അവകാശിയായി തീരാം എന്നുള്ള ഉറപ്പാണ് തൻ്റെ ജീവിതത്തെ പിടിച്ചു നിർത്തിയ ആണിക്കല്ല് എന്ന് പറയുന്നത്. ഈ ചെറുപ്പക്കാരനെ പോലെ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുക. അങ്ങനെ നിത്യമായിരിക്കുന്ന നിങ്ങളുടെ പാപശിക്ഷയിൽ നിന്ന്, നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് സൗജന്യമായി വിടുതൽ പ്രാപിക്കുവാൻ സാധിക്കും. അങ്ങനെ ദൈവമകനായി തീർന്ന് നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹീതരാകണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രി, 87 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648. സത്യം സത്യമാ.